ചാപ്റ്റർ 7 ടിപ്പ് ടിപ്വ. ടിപ്പ് ടിപ്വ പറഞ്ഞാൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്നതിനെയാണ് പറയുന്നത്. ഏക് ഥി ബുഡിയ, ഒരു വയസ്സായ മുത്തശ്ശി ഉണ്ടായിരുന്നു. ഉസ്ക ഏക് പോത്ത ഥ, അവർക്കൊരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. ഗ്രാൻഡ് സൺ, പോത്ത ഗ്രാൻഡ് സൺ. പോത്ത रोज़ रात में सोने से पहले दादी से कहानी सुनता. ആ കുട്ടി എന്നും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ മുത്തശ്ശിയുടെ നിന്ന് കഥ കേൾക്കുമായിരുന്നു. ദാദി റോസ് ഉസേ തരാ തരാ കി കഹാനിയാ സുനാത്തി. ദാദി റോസ് ഉസേ തരാ തരാ കി കഹാനിയാ സുനാത്തി. മുത്തശ്ശി അവന് പലതരത്തിലുള്ള കഥകളാണ് എന്നും കേൾപ്പിക്കാറുള്ളത്. ഏക് ദിൻ മൂസലാധാർ ബാരിഷ് ഹുയി, ഒരു ദിവസം പെരുമഴ പെയ്തു. മൂസലാധാർ പറഞ്ഞാൽ ഹെവി റെയിൻഫോൾ. ऐसी बारिश पहले कभी नहीं हुई थी, ഇങ്ങനത്തെ ഒരു മഴ ആദ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. സാരാ ഗാവ് ബാരിഷ് സേ പരേഷാൻ ഥ, മുഴുവൻ ഗ്രാമവും ഈ മഴ കാരണം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബുഡിയ കി झोपड़ी में जगह जगह से टपक बुढ़िया की झोपड़ी में पानी जगह जगह से टपक रहा था. ടിപ്പ് 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 ടിപ്പ്. ഇവർ താമസിച്ച കുടില്, ജോംപിടി പറഞ്ഞ കുടിലിൽ നിന്ന് വെള്ളം ഇറ്റിറ്റായി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ടിപ്പ് 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 ടിപ്പ്. ഇസ് ബാത് സെ ബേഖബർ പോത്ത ദാദി കി ഗോദ് മേ ലേട്ടാ കഹാനി സുनने के लिए मचल रहा था. ഈ കാര്യങ്ങളൊന്നും അറിയാതെ, ഈ വിവരങ്ങളൊന്നും അറിയാതെ, ബേഖബർ പറഞ്ഞ ഈ വിവരങ്ങളൊന്നും അറിയാതെ കുട്ടി മുത്തശ്ശിയുടെ മടിയിൽ കിടന്നിട്ട് കഥ കേൾക്കാൻ വേണ്ടിയിട്ട് മച്ചൽ റഹാത്ത എക്സൈറ്റഡ് ആവുമായിരുന്നു. ബുഡിയ ഖീജ് കർ ബോലി, അരെ ബച്ചുവ കാ കഹാനി സുനായേ. ഖീജ് കർ പറഞ്ഞ ഇറിറ്റേറ്റഡ് ആയിട്ട്. ബുഡിയ ഖീജ് കർ ബോലി, ആ മുത്തശ്ശി ഇറിറ്റേറ്റഡായി ഈ വെള്ളമൊക്കെ പോണ കാരണം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി എന്ത് കഥ കേൾപ്പിക്കാനാ. ഈ ടിപ്പ് ടിപ്വ സേ ജാൻ ബച്ചേ തബ്ന, ഈ ടിപ്പ് ടിപ്വ ടിപ്പ് ടിപ്വന്ന് നമ്മളുടെ ജീവൻ രക്ഷപ്പെട്ടാലല്ലേ കഥയൊക്കെ പറയാൻ പറ്റുള്ളൂ. പോത്ത ഉട്ട്കർ ബാറ്റ് ഗയ, കുട്ടി ഈ വേർഡ് കേട്ടപ്പോൾ എണീച്ചിരുന്നു. ഉസ്നെ പൂച്ച ദാദി യെ ടിപ്പ് ടിപ്വ കോൺ ഹെ, മുത്തശ്ശി ഈ ടിപ്പ് ടിപ്വ ആരാ. ടിപ്പ് ടിപ്വ ക്യാ ഷേർ ബാഗ് സേ ഭി ബഡാ ഹോത്താ ഹെ, ടിപ്പ് ടിപ്വ എന്താ ഈ സിംഹവും പുലിയേക്കാളും വലുതാണോ. ദാദി ഛത്ത് സേ ടപക്തേ ഹുവേ പാനി കി തരഫ് ദേഖ് കർ ബോലി, മുത്തശ്ശി ഛത്ത് പറഞ്ഞ ടെറസ്ന്ന് വീഴുന്ന ഇറ്റിറ്റായി വീഴുന്ന വെള്ളത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, ഹാ ബച്വ നാ ഷേർവാ കാ ഡർ നാ ഭഗവാ കെ ഡർ, ഡർ ത ഡർ ടിപ്പ് ടിപ്വ കെ ഡർ. സിംഹത്തിനെ പേടിയില്ല എൻ്റെ കുട്ടി, സിംഹത്തിനെ പേടിയില്ല, പുലിയേയും പേടിയില്ല. എല്ലാം പേടിയുള്ളതിന് എന്തിനാണ് പേടി, ഈ ടിപ്പ് ടിപ്വയാണ് പേടി. संयोग से मुसीबत का मारा एक बाघ बारिश से बचने के लिए झोंपड़ी के पीछे बैठा था. संयोग കോയിൻസിഡൻസ്, മുസീബത്ത് പ്രശ്നം. കോയിൻസിഡൻസ് അതേ സമയത്ത് യാദൃശ്ചികമായിട്ട് തന്നെ ഈ ബാരിഷ് മഴയത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടൈഗർ അവിടെ ഇവരുടെ കുടിലിൻ്റെ പിന്നിൽ ഇരിക്കുകയായിരുന്നു. ബേച്ചാര ബാഗ് ബാരിഷ് സേ ഘബ്രായ ഹുവാ ഥാ, പാവം ഈ പുലി മഴയിൽ നിന്ന് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ബുഡിയ കി ബാത് സുൻതേ ഹി വേ ഓർ ഡർ ഗയ, മുത്തശ്ശി ഇത് പറയുന്നത് കേട്ടിട്ട് പുലി കുറച്ചും കൂടി പേടിച്ചു പോയി. അബ് യെ ടിപ്പ് ടിപ്വ കോൺസി ബലാ ഹെ, പുലി വിചാരിച്ചു ഇനി ഈ ടിപ്പ് ടിപ്വ എന്താണാവോ പ്രശ്നം. ജറൂർ യെ കോയി ബഡാ ജാൻവർ ഹെ, തീർച്ചയായും ഇത് വലിയൊരു മൃഗമായിരിക്കും. തബി തോ ബുഡിയ ഷേർ ബാഗ് സേ ജ്യാദാ ടിപ്പ് ടിപ്വ സേ ഡർത്തി ഹെ, അതായിരിക്കും മുത്തശ്ശി സിംഹത്തെക്കാളും പുലിയേക്കാളും ടിപ്പ് ടിപ്വയെ പേടിക്കുന്നത്. ഇസ്സേ പെഹലെ കി ബാഹർ ആക്കർ വഹ മുझ पर हमला करे मुझे ही यहाँ से भाग जाना चाहिए. ടിപ്പ് ടിപ്വ വെളിയിൽ വന്ന് എന്നെ ആക്രമിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ഇവിടുന്ന് ഓടിപ്പോവാം. बाघ ने ऐसा सोचा और झटपट वहाँ से दुम दबाकर भाग चला. झटपट പെട്ടെന്ന് दुम दबाकर भाग चला പറഞ്ഞാൽ ഡർക്കർ ഭാഗ് ജാന, പേടിച്ചു ഓടിപ്പോവുക. പുലി ഇങ്ങനെ വിചാരിച്ചു, എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ പേടിച്ചു ഓടിപ്പോയി. ഉസി ഗാവ് മേ ഏക് ധോബി രഹത്താ ഥാ, ധോബി അലക്കുകാരൻ, വാഷർമാൻ.
ആ ഗ്രാമത്തിൽ തന്നെ ഒരു അലക്കുകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. വേ ബി ബാരിഷ് സെ പരേഷാൻ താ. അയാളും ഈ മഴയും കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. ആജ് സുബാസെ ഉസ്കാ ഗദ ഗായബ് താ. ഇന്ന് രാവിലെ മുതൽ അയാളുടെ ഡോങ്കി, ഗദ പറഞ്ഞ കഴുത, മിസ്സിംഗ് ആയിരുന്നു. സാരാ ദിൻ വഹ് ബാരിഷ് മേ ഭീഗ്താ രഹാ और जगह जगह गधे को ढूंढता रहा लेकिन वह कहीं नहीं मिला. മുഴുവൻ ദിവസം അവൻ മഴയത്ത് നനഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് പല സ്ഥലങ്ങളിലായി കഴുതയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എവിടെയും കിട്ടിയില്ല. ധോബി കി പത്നി ബോലി, പത്നി വൈഫ്. ധോബി കി പത്നി ബോലി, ധോബിയുടെ ഭാര്യ പറഞ്ഞു, जाकर गांव के जाके गांव के पंडित जी से क्यों नहीं पूछते, वे बड़े ज्ञानी है. आगे पीछे सबके हाल की उन्हें खबर रहती है. പോയിട്ട് ഭാര്യ പറഞ്ഞു, പോയിട്ട് ഗ്രാമത്തിലെ പണ്ഡിതൻ്റെ അടുത്ത് ചോദിക്കൂ, അയാൾക്ക് എല്ലാത്തിലും അറിവുണ്ടല്ലോ. ആകെ പീछे सबके हाल की उन्हें खबर रहती है. ഇവിടെ ഗ്രാമത്തിലെ എല്ലാവരെക്കുറിച്ചും അയാൾക്ക് വിവരമുണ്ടല്ലോ. പത്നി കി ബാത് ധോബി കോ ജഞ്ച് ഗയി പറഞ്ഞ ഭാര്യ പറഞ്ഞത് കാര്യമാണെന്ന് വിചാരിച്ചു. अपना मोटा लट उठाकर वह पंडित जी के घर की तरफ चल पड़ा. ഈ മോട്ട ലട്ട് പറഞ്ഞ തടിയുള്ള വടി, ഈ വടി എടുത്തിട്ട് അയാൾ പണ്ഡിതൻ്റെ വീട്ടിലേക്ക് പോയി. उसने देखा कि पंडित जी घर में जमा बारिश का पानी उलीच कर फेंक रहे थे. അയാൾ കണ്ടു പണ്ഡിതൻ ഈ അലക്കുകാരൻ പോയപ്പോൾ അയാൾ കണ്ടു പണ്ഡിതൻ്റെ വീട്ടിൽ കയറിയ വെള്ളം ഈ ഉലീച്ച് പറഞ്ഞ ഈ കുടത്തിൽ നിറച്ചിട്ട് വെളിയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ധോബിനെ ബേസബ്രി സെ പൂച്ച. അയാൾ വെപ്രാളത്തിൽ ചോദിച്ചു. വെപ്രാളം പറയുമ്പോൾ കഴുതയെ കാണാനില്ലല്ലോ. അപ്പോൾ പണ്ഡിതനെ പെട്ടെന്ന് കണ്ടപ്പോഴേക്കും അയാൾ ആ ഒരു തിടുക്കത്തിൽ ചോദിച്ചു, മഹാരാജ് മീരാ ഗദ സുബാസെ നഹി മിൽ രഹാ. എൻ്റെ കഴുതയെ രാവിലെ മുതൽ കാണുന്നില്ല. ജറാ പോത്തി ബാഞ്ച്കർ ബതായിയെ തോ വഹ് കഹാ ഹെ. ഒന്ന് പോത്തി ബാഞ്ച്കർ, നിങ്ങളുടെ ആ പുസ്തകം, പോത്തി പറഞ്ഞ പുസ്തകം, ബാഞ്ച്കർ പറഞ്ഞ വായിച്ചിട്ട്, ആ പുസ്തകം ഒന്ന് വായിച്ചിട്ട് പറയോ എൻ്റെ കഴുത എവിടെയാണ്. സുബാസെ പാനി ഉലീച്ചത്തെ പണ്ഡിറ്റ് ജി തക് ഗയേ ഥേ. രാവിലെ മുതൽ പണ്ഡിതൻ ഈ വെള്ളം കളഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ധോബി കി ബാത് സുനി തോ ഝുഞ്ചുലാ പടേ ഓർ ബോലെ. ധോബി ഈ അലക്കുകാരൻ്റെ വർത്തമാനം കേട്ടിട്ട് ഝുഞ്ചുലാ പടേ, ഇറിറ്റേറ്റഡായി. എന്നിട്ട് പറഞ്ഞു, മേരി പോത്തി മേ തേരെ ഗധേ കാ പതാ ഠിക്കാന ലിഖാ ഹെ ക്യാ ജോ ആ ഗയാ പൂച്ച്നെ. എൻ്റെ പുസ്തകത്തിൽ എൻ്റെ കഴുതയുടെ അഡ്രസ്സ് വല്ലതും എഴുതിയിട്ടുണ്ടോ? പതാ ഠിക്കാന പറഞ്ഞ അഡ്രസ്സ്. ലിഖാ ഹെ ക്യാ ജോ ആ ഗയാ പൂച്ച്നെ, വന്ന് കയറി ചോദിക്കാനായിട്ട് നിൻ്റെ കഴുതയുടെ അഡ്രസ്സ് അതിൽ എഴുതിയിട്ടുണ്ടോ? അരേ ജാക്കർ ഢൂണ്ട് ഉസേ കിസി ഗഡയി പോഖർ മേ. ഗഡയി പോഖർ പറഞ്ഞ നദി തീരത്ത് പോയിട്ട് കണ്ടുപിടിക്കൂ. ഓർ പണ്ഡിറ്റ് ജി ലഗെ ഫിർ പാനി ഉലീച്ച്നെ. ഇത്രയും പറഞ്ഞിട്ട് പണ്ഡിതൻ പിന്നെയും ഈ പണിയിൽ ഏർപ്പെട്ടു. ധോബി വഹാസെ ചൽ ദിയ. അലക്കുകാരൻ ഇത്രയും കേട്ടിട്ട് അവിടെ നിന്ന് നടന്നുപോയി. ചലത്തെ ചലത്തെ വഹ എക് താലാബ് കെ പാസ് പहुंचा. നടന്ന് അയാൾ ഒരു നദീതീരത്തെത്തി. താലാബ് കെ കിനാരെ ഊഞ്ചി ഘാസ് ഉഗ് രഹി ഥി. നദീതീരത്ത് ഊഞ്ചി നല്ല ഹൈറ്റുള്ള ഗ്രാസ് പുല്ലുകൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ധോബി ഘാസ് മേ ഗധേ കോ ഢൂണ്ട്നെ ലഗ. ആ വലിയ പുല്ലിൻ്റെ ഇടയിൽ അലക്കുകാരൻ തൻ്റെ കഴുതയെ തിരഞ്ഞുകൊണ്ടിരുന്നു. കിസ്മത് കാ മാരാ ബേച്ചാര ഭാഗ് ടിപ്പ് കെ ഡർ സെ വഹീ ഘാസ് മേ ഛിപ്പാ ബൈഠാ താ. ഭാഗ്യം എന്ന് പറയട്ടെ, പാവം ആ പുലി ടിപ്പ് എന്ന് പേടിച്ചിട്ട് ആ മുത്തശ്ശിയുടെ കുടിലിൻ്റെ പിന്നിലിരുന്ന ആ ബാഗ് ടിപ്പ് എന്ന് പേടിച്ചിട്ട് ഈ പുല്ലിൻ്റെ ഇടയിലാണ് വന്ന് ഒളിഞ്ഞിരുന്നത്. ധോബി കോ ലഗാ കി ബാഗ് ഹി ഉസ്കാ ഗദ ഹെ. ഈ അലക്കുകാരന് തോന്നി ഈ പുലി തന്നെയാണ് അയാളുടെ കഴുത. उसने आव देखा ना ताव और लगा बाग पर मोटा लट बरसाने. അയാൾ ഒന്നും വിചാരിക്കാതെ ആ മൃഗത്തെ തൻ്റെ കഴുതയാണെന്ന് വിചാരിച്ച് നിറയെ അടിക്കാൻ തുടങ്ങി. ബേച്ചാര ബാഗ് ഇസ് അച്ചാനക് ഹംലെ സെ ഏകദം ഘബരാ ഗയ.
പാവം ആ പുലി പെട്ടെന്നുള്ള ആക്രമണത്തിൽ വല്ലാതെ പേടിച്ചുപോയി. ബാഗ് നെ മൻ ഹി മൻ സോച്ച ബാഗ് നെ മൻ ഹി മൻ സോച്ച ബാഗ് മനസ്സിൽ വിചാരിച്ചു, ലഗ്താ ഹേ യഹി ടിപ് ടിപ്പ് ഹുവാ ഹേ. ഈ അടിയൊക്കെ കൊണ്ടപ്പോൾ പുലി വിചാരിച്ചു, ഓ ഇതന്നെയായിരിക്കും ടിപ്പ് ടിപ്പ് വാ. ആഖിർ ഇസ്നെ മുജെ ഢൂണ്ട് ഹി ലിയ. അറ്റ് ലാസ്റ്റ് ഇയാൾ എന്നെ തെരയന്നെ ചെയ്തു. अब अपनी जान बचानी है तो यह जो कहे चुपचाप करते जाओ. ഇനി സ്വന്തം ജീവൻ രക്ഷപ്പെടണമെങ്കിൽ ഇയാൾ പറയണത് തന്നെ മിണ്ടാതെ ഇരുന്ന് കേൾക്കുക. ചുപ്ചാപ്പ് മിണ്ടാതെ. ആജ് തൂനെ ബഹോത് പരേഷാൻ കിയ. ധോബി പറഞ്ഞു, ഇന്ന് നീ എന്നെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. മാർ മാർ കർ मैं तेरा कचूमर निकाल दूंगा. ऐसा कहकर धोबी ने बाघ का कान पकड़ा और उसे खींचता हुआ घर की तरफ चल दिया. മാർ മാർക്കർ മേ തേരാ കച്ചൂമർ നിക്കാൽ ദൂങ്ക പറഞ്ഞ അടിച്ചടിച്ച് നിന്നെ ഒരു വഴിയാക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ധോബി ഈ അലക്കുകാരൻ പുലിയുടെ ചെവി പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോയി, വീട്ടിലേക്ക് കൊണ്ടുപോയി. ബാഗ് ബിനാ ചൂൺ ചപ്പട് കിയെ ബീഗി ബില്ലി ബനാ ധോബി കെ പീച്ചെ പീച്ചെ ചൽ ദിയ. പുലിയാണെങ്കിലോ സൈലൻ്റായിട്ട്, ചൂൺ ചപ്പട് പറഞ്ഞാൽ സൈലൻ്റായിട്ട് ബീഗി ബില്ലി നനഞ്ഞ പൂച്ചയെ പോലെ അലക്കുകാരൻ്റെ പിന്നിൽ ഇങ്ങനെ നടന്നുപോയി. घर पहुंचकर धोबी ने बाघ को खूंटे से बांध दिया और सो गया. വീട്ടിലെത്തിയിട്ട് അലക്കുകാരൻ തൻ്റെ ഈ പുലിയെ അവിടെ ഒരു വുഡൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, കൂണ്ടെ പറഞ്ഞ വുഡൻ സ്റ്റിക്ക്, അതിൽ കെട്ടിവെക്കാൻ കഴുതയെ കെട്ടിവെച്ച ആ വുഡൻ സ്റ്റിക്കിൽ ഈ പുലിയെ കെട്ടിവെച്ചിട്ട് ഉറങ്ങി. सुबह जब गांव वालों ने धोबी के घर के बाहर खूंटे से एक बाघ को बंधे देखा तो उनकी आंखें खुली की खुली रह गई. രാവിലെ ഗ്രാമത്തിലുള്ളവർ അലക്കുകാരൻ്റെ വീട്ടിൽ ആ കൂണ്ടയിൽ വെളിയിൽ ഈ പുലിയെ കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് ആശ്ചര്യപ്പെട്ടുപോയി, സർപ്രൈസ് ആയിപ്പോയി.